ഈ ആദ്യത്തെ ദിവസത്തെ ആക്രമണത്തിലെ ഒരു സ്കൂളിൽ കുറെ കുട്ടികൾ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു ഇതിപ്പം ഈ പ്രോ ഇസ്ലാമിക് നരേറ്റീവ്സിന് മുഴുവൻ ഈ കുട്ടികളുടെ ശബവും കുറെ AI വീഡിയോസും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചൊരു ഇരവാദം ഉന്നയിക്കാനായിട്ട് ഒരു വലിയൊരു അവസരമാണ് ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ദൈന്യതയാണെങ്കിലും അവരത് എല്ലാ സാധനങ്ങളും അവരങ്ങനെ എടുക്കാറില്ല. അവരുടേതായിട്ടുള്ള, കാരണം അതിന്റെ തൊട്ട് ഒരു മാസം മുന്നെയാണ് 40,000 ഉണ്ട്, ഇതിനേക്കാൾ കൂടുതൽ കോഫിൻ ബാഗുകളും ഇതിനേക്കാൾ കൂടുതൽ ഇതിന്റെ എത്രയോ ഇരട്ടി, ഇതിന്റെ മേ ബി എത്ര പറയാം 500 ഇരട്ടി ആളുകളെ കൊന്ന അതൊന്നും അവരെ ഒരു വിഷയമല്ല. അതൊക്കെ IRGCക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഇറാന് വേണ്ടി ചെയ്യുന്നതാണ്, ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് അവർ പറയുക. പക്ഷെ ഇത് ഇസ്രായേലിന്റെ കണക്കിലിട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. കാരണം എപ്പോഴും യുദ്ധരംഗത്ത് ഇസ്രായേലോ അമേരിക്കയോ ഒക്കെ ആയിരിക്കും ജയിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിലും നരേറ്റീവ് വാറിലും മാധ്യമങ്ങളിലും ഒക്കെ ഈ 2:2 എന്നുള്ള ഒരു കണക്ക് അത് സ്വാഭാവികമായിട്ടും ഈ ഇസ്ലാമോ ലെഫ്റ്റിന് അനുകൂലമായിരിക്കും. അപ്പൊ അവരുടെ നരേറ്റീവുകൾ ബേസിക്കലി നുണകളായി തള്ളുക എന്നല്ലാതെ അതിനെ കൗണ്ടർ ചെയ്യാൻ പോലും പോകാതിരിക്കുക എന്നാണ് ഏറ്റവും നല്ല മാർഗമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരതുണ്ടാക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ആശ്വാസത്തിനാണ്. ദൈവത്തെ വിളിക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടും എന്ന് പറയുന്നോണം അതിൻ്റെ ഒരു ആശ്വാസം. അതനുസരിച്ചാണ് നമ്മുടെ ചാനലുകളും ഇങ്ങനെ ഇതേപോലെ വാർത്തകൾ കൊടുക്കുന്നത്. ഇന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന തൃപ്ത ആവും, അതുകൊണ്ട് ഇന്നത് കൊടുക്കാം. ഞാൻ ഈ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ അതിൻ്റെ ഒരു വാർത്ത, നെതന്യാഹു എവിടെയെന്ന് അറിയില്ല, ഇതാണ് ചുമ്മാതെ അങ്ങനെ ഒരു ടൈറ്റിലും കൊടുത്ത് ഒരു ക്ലിക്ക് ബൈറ്റും കൊടുത്ത് ഇങ്ങനെ ഒരു വാർത്തയും കിട്ടും. അതിൻ്റെ കീഴിൽ വന്നിട്ട് ഈ പറയുന്ന വിഭാഗങ്ങൾ അവര് കമന്റ് ചെയ്യും. അവർക്കൊരു ആശ്വാസം, ഈ ചൊറി വരുമ്പോൾ ചൊറിയാണ് വേണ്ടത് എന്ന് പറയുന്നോണം പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എലമെന്റ് ഇതിനകത്തുണ്ട്. യുദ്ധം അങ്ങനെയാണ് ഒരു ആഘോഷമായിട്ട് നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ മാറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഗാസയിൽ നമ്മൾ കണ്ടതാണ്. ഗാസയിൽ ഹമാസ് ജയിച്ചു, ഹിസ്ബുള്ള ജയിച്ചു. ഇപ്പോഴും ഹിസ്ബുള്ളയാണ് ജയിച്ചതെന്ന് എന്നും എനിക്ക് മെസ്സേജ് അയച്ച ഒരു വ്യക്തി എനിക്കറിയാം. ഇന്നും അയച്ചു, ഹിസ്ബുള്ളയാണ് ജയിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എങ്ങനെ? അതങ്ങനെ ഹിസ്ബുള്ളയാണല്ലോ ഏറ്റവും കൂടുതൽ പേജർ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടി കൊണ്ട് പദം വന്ന് നിൽക്കുന്ന ഹിസ്ബുള്ള ആണ് ജയിച്ചു നിൽക്കുന്നത് എന്ന് ശക്തിയുക്തം വാദിക്കുന്ന അതിഘോര ബുദ്ധിരാക്ഷസന്മാർ വരെ കേരളത്തിലുണ്ട്. അപ്പം അവരുടെ ഉദ്ദേശം ഈ യുദ്ധവിജയം എന്ന് പറയുന്ന മറ്റു പലതുമാണ്. അത് പോട്ടെ, അതിനകത്തേക്ക് കൂടുതൽ കിടക്കുന്നില്ലേ.